ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ചില സമയങ്ങൾ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കഷ്ടപ്പെട്ടാലും ഒന്നും ശരിയാകുന്നില്ല എന്ന് തോന്നുന്ന ദിവസങ്ങൾ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ മാത്രം ഉണർന്നു കിടക്കുന്ന നിമിഷങ്ങൾ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്ന് ചോദിക്കുന്ന നിമിഷങ്ങൾ. പരിശ്രമിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചു. പലതും ചെയ്തു നോക്കി, കഷ്ടപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഒന്നും ജീവിതത്തിൽ മാറുന്നില്ല. പിന്നെയും പിന്നെയും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരിക്കലും എന്നെ തന്നെ അതിജീവിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എൻ്റെ പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വീണു പോകുന്നു. ഒരു സ്ഥിരത, അത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. എത്ര പ്രാവശ്യം തീരുമാനമെടുത്തു, എത്ര പ്രാവശ്യം ഇനി ഞാൻ മാറുമെന്ന് ഞാൻ സ്വയമേ പറഞ്ഞു. പക്ഷേ വീണ്ടും പഴയ ഞാൻ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം പറഞ്ഞ് നമ്മളോട് തന്നെ വളരെ കഠിനമായി പെരുമാറുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം നിർത്താം. കാരണം എല്ലാ വലിയ കഥകളും ഇതുപോലെയാണ് ആരംഭിക്കുന്നത്. ഒരു നീണ്ട കാലഘട്ടം, കഷ്ടപ്പാടുകൾ, വേദനകൾ, പരാജയങ്ങൾ, അറിയാതെ കരഞ്ഞ ചില രാത്രികൾ, നിർത്തിപ്പോകണം, ഇനി മതി എന്ന് തോന്നുന്ന ചില ദിവസങ്ങൾ. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാകണം. നീ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നീ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. നമ്മൾ ആരും ദൈവങ്ങളല്ല, തെറ്റുകളില്ലാത്ത മനുഷ്യരുമില്ല. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, ഭയങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വീതം ജീവിതം ജീവിക്കുക. നമ്മളെ തന്നെ ഒരുപാട് കഠിനമായി നിങ്ങൾ വിധിക്കരുത്. നിനക്കാവുന്ന ഏറ്റവും നല്ലത് ചെയ്യുക. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ തെറ്റിപ്പോയോ? ചില തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിയോ? ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയില്ലേ? അത് സാരമില്ല, കഴിഞ്ഞു പോയി. ക്ഷമിക്കുക, മറക്കുക, പിന്നീട് അടുത്ത ദിവസങ്ങളിലേക്ക് നടക്കുക. കാരണം ജീവിതം എന്നതൊരു പൂർണ്ണതയല്ല, മുന്നേറ്റമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യനായി മാറാൻ, നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് എത്താൻ അതിന് സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ പരാജയങ്ങൾ, ചെറിയ വീഴ്ചകൾ നമ്മളെ താഴെ പിടിച്ചിടാൻ നമ്മൾ സമ്മതിക്കരുത്. സമയമെടുക്കും. വിശ്രമിക്കുക, സ്വയം വിശ്വസിക്കുക, വീണ്ടും എഴുന്നേൽക്കുക. സർ ജെയിംസ് ഡൈസൺ എന്നൊരു ബ്രിട്ടീഷ് വ്യവസായി ഉണ്ട്. അദ്ദേഹത്തിന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം എന്തായാലും മനസ്സിലാകും. യഥാർത്ഥ വിജയം തുടക്കത്തിൽ വളരെ കഠിനമായിരിക്കും. ഒരു ദിവസം അദ്ദേഹം ഒരു പ്രശ്നം ശ്രദ്ധിച്ചു. വാക്വം ക്ലീനർ കുറച്ചു നേരം ഉപയോഗിച്ച ശേഷം അതിന്റെ വേസ്റ്റ് ബാഗ് നിറഞ്ഞാൽ അതിന്റെ പവർ കുറയുന്നു. യന്ത്രം ശരിയായി പ്രവർത്തിക്കുന്നില്ല. മറ്റുള്ളവർ പരാതി പറഞ്ഞു നിന്നു. പക്ഷേ ജെയിംസ് ഡൈസൺ ഒരു തീരുമാനമെടുത്തു. ഇതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും. അദ്ദേഹം പുതിയ മോഡലുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. 1, 2, 10 അല്ല, 5126 പരാജയപ്പെട്ട മോഡലുകൾ. അതായത് 5000-ലധികം തവണ അദ്ദേഹം പരാജയപ്പെട്ടു. ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം അതിനായി പ്രയത്നിച്ചു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? വഴിയെ നിർത്തിപ്പോയേനെ അല്ലേ? പക്ഷേ അദ്ദേഹം അങ്ങനെ നിർത്തിയില്ല. കാരണം അദ്ദേഹം പരാജയങ്ങളെ ഒരു അവസരമായി കണ്ടില്ല, ഒരു അവസാനമായി കണ്ടില്ല, പഠനമായി കണ്ടു. അവസാനം അദ്ദേഹം വിജയിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ബ്രാൻഡുകളിൽ ഒന്നാണ് ഡൈസൺ. ജെയിംസ് ഡൈസൺ പിന്നീട് ഒരു കാര്യം പറഞ്ഞു: പരാജയങ്ങളെ ആസ്വദിക്കുക, അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. വിജയത്തിൽ നിന്ന് ഒരിക്കലും അത്രയും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുകയില്ല. പരാജയം നമ്മളെ തകർക്കാൻ വരുന്നില്ല, പഠിപ്പിക്കാനാണ് വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? നമ്മൾ നമ്മളെ വളരെ വേഗം വിധിക്കുകയാണ്. വളരെ വേഗം നമ്മളെ തന്നെ കൈവിടുന്നു. ഒരു മോശം ദിവസം, ഒരു പരാജയം, ഒരു നിരാകരണം, അത് മതി, എനിക്കിത് പറ്റില്ല എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും. പക്ഷേ അത് സത്യമല്ല. അത് ആ നിമിഷത്തിലെ വേദന മാത്രമാണ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ ചെറുതായി കാണുന്നതിൽ വളരെ മിടുക്കരാണല്ലേ? പക്ഷേ ക്ഷമ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അത് മരിച്ചു പോയതുപോലെ നമുക്ക് തോന്നും. പക്ഷെ അതിനുള്ളിൽ ജീവൻ വളരുന്നുണ്ട്. അതുപോലെ നിന്റെ ജീവിതത്തിലും ഇപ്പോൾ ഒന്നും നടക്കാത്തതുപോലെ തോന്നിയാലും നിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് വളരുന്നുണ്ട്.
പരാജയം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടമാകുന്നത് നമ്മിലുള്ള വിശ്വാസം തന്നെയാണ്. നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുവാൻ തുടങ്ങും. എനിക്കൊന്നും പറ്റില്ല, ഞാൻ കഴിവില്ലാത്ത ഒരാളാണ്, ഇങ്ങനെ ഉള്ളിൽ തന്നെ തോറ്റു തുടങ്ങും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ഉള്ളിലെ തോൽവി നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പുറത്ത് ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിനെ സംരക്ഷിക്കുക. ഒരു പേപ്പർ എടുക്കുക. ഒരു വശത്ത് ജീവിതത്തിൽ ഇന്നു വരെ നേടിയിട്ടുള്ള എല്ലാ ചെറിയ നേട്ടങ്ങളും എഴുതുക. അത് ചിലപ്പോൾ ഒരു പരീക്ഷ ജയിച്ചതാവാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടുകളിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളിലൂടെയോ നിങ്ങൾ അതിനെ അതിജീവിച്ചതാകാം. ഏതെങ്കിലും ഒരു കുടുംബ പ്രശ്നം നിങ്ങൾ നേരിട്ടതാകാം. എത്ര ചെറിയ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ അതിനെ എഴുതുക. പിന്നീട് ആ പേപ്പറിന്റെ മറുവശത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് എഴുതുക. കാരണം ജീവിതം നമ്മളെ കുഴയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. നീഷെ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം പറക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം നിൽക്കാൻ പഠിക്കണം, നടക്കാൻ പഠിക്കണം, ഓടാൻ പഠിക്കണം, കയറാൻ പഠിക്കണം. ഒരാളും ഒരു ദിവസം കൊണ്ട് പറക്കാൻ പഠിക്കില്ല. വളർച്ചയ്ക്ക് സമയം വേണം, മാറ്റത്തിന് സമയം വേണം, മുറിവുകൾ സുഖപ്പെടാനും സമയം വേണം. ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ചില ആളുകൾ നമ്മളെ വിട്ടുപോകും, ചില പദ്ധതികൾ തകരും, അപ്രതീക്ഷിതമായ വേദനകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരും. പക്ഷേ അതൊന്നും വെച്ച് നമ്മളെ തന്നെ നമ്മൾ വെറുക്കരുത്. നമ്മൾ സ്വയം സ്നേഹിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നീ നിന്റെ ഏറ്റവും വലിയ ശത്രുവാകരുത്. ഈ ലോകം തന്നെ ഇതിനകം വളരെ കഠിനമായ ഒന്നാണ്. എങ്കിലും നിന്റെ ആത്മാവിനോട് നീ സ്നേഹത്തോടെ പെരുമാറുക. ലയണൽ മെസ്സി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, ജീവിതം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും അതിന്റെ ഓരോ ദിവസമായി തന്നെ ജീവിച്ചു തീർക്കുന്നു. അതുതന്നെയാണ് രഹസ്യം. ഒരു ദിവസം വീതം ജീവിക്കുക. 5 വർഷം മുന്നിലുള്ള ജീവിതം ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നത്തെ ദിവസം ജയിച്ചാൽ മതി. ഇന്ന് വീണ്ടും എഴുന്നേൽക്കുക. ഇന്ന് വീണ്ടും അതിനെ ശ്രമിക്കുക. ഇന്ന് വീണ്ടും നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക. കാരണം നീ ഇപ്പോൾ കാണുന്ന ഇരുട്ട് ശാശ്വതമല്ല. ഒരു കൊടുങ്കാറ്റും എന്നേക്കും നിലനിന്നിട്ടില്ല. ഒരു ദിവസം, ഇന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ഈ കാലം നിന്റെ ശക്തിയായി മാറും. ഇന്ന് നീ കരയുന്ന ഈ രാത്രികൾ നിന്റെ വിജയകഥയുടെ തുടക്കമായി മാറും. അന്ന് നീ തിരിഞ്ഞു നോക്കും. ഇന്ന് സഹിക്കാൻ പറ്റാത്ത ഈ കാലം നിന്നെ ശക്തനാക്കിയ കാലമായിരുന്നു എന്ന് നീ മനസ്സിലാക്കും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തകർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത്. ഒരുപക്ഷെ ജീവിതം ദുർബലമായതെല്ലാം എടുത്തു മാറ്റി നിന്നിൽ കൂടുതൽ ശക്തമായ ഒരാളെ സൃഷ്ടിക്കുകയായിരിക്കാം. വിശ്രമിക്കണം എങ്കിൽ വിശ്രമിക്കുക, കരയണമെങ്കിൽ കരയുക, കുറച്ചു നേരം ലോകത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കുക. പക്ഷേ നീ നിന്നെ സ്വയം കൈവിടരുത്. കാരണം നിന്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. നീ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കുക. ഒരു ദിവസം കൂടി പിടിച്ചു നിൽക്കുക. ഒരിക്കൽ കൂടി ശ്രമിക്കുക. ഈ പ്രക്രിയയെ നീ വിശ്വസിക്കുക. കാരണം ഒരു ദിവസം ഇത് നിന്നെ തകർക്കുന്ന എല്ലാം നീ ആകേണ്ടിയിരുന്ന ഒരു മനുഷ്യനാക്കി നിന്നെ മാറ്റും. ശക്തമായി നിൽക്കുക, പ്രചോദിതരായി തുടരുക, മുന്നോട്ട് നീങ്ങുക. താങ്ക് യു ഓൾ.